കുഫാറുകളായിരിക്കെ മരണം വരിച്ചവർ അള്ളാഹുവിൽ നിന്നുള്ള ലാനത്തിലും മുഴു മലക്കുകളുടെയും മുഴു ജനങ്ങളുടെയും ലാനത്തിലായിരിക്കും. ശിക്ഷയിൽ അവർ നിത്യനിവാസികളായിരിക്കും. ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടുകയില്ല. ഈ ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇങ്ങനെയുള്ള ഒരു മരണം ഏറ്റുവാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ശിക്ഷ എത്രയാണ്? അതാണ് ഖാലിദീന ഫീഹ എന്നതറിയിക്കുന്നത്. നിലക്കാത്ത, അറ്റുപോകാത്ത വിധമുള്ള ശിക്ഷയാണ്. ആ ശിക്ഷ എങ്ങനെയാണ്? അതാണ് ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അത് ലഘൂകരിക്കപ്പെടുകയില്ല. പിന്നെയോ ആ ശിക്ഷയുടെ കാഠിന്യം അത് കൂടുക മാത്രമാണ് ഉണ്ടാവുക. ഉദ്ഉ റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, നരകവാസികൾ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളോട് ഈ ശിക്ഷയുടെ ലഘൂകരണത്തിന് അവർ അള്ളാഹുവിനോട് തേടുവാൻ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെയുള്ള തേട്ടങ്ങളും വിളികളുമൊക്കെ അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആ തേട്ടങ്ങളൊക്കെ വൃഥാ വേലയാണ്, ശിക്ഷയ്ക്ക് ലഘൂകരണം ഇത്തരക്കാർക്കുണ്ടാവുകയില്ല. പിന്നെ അവരുടെ ശിക്ഷയുടെ മറ്റൊരു രീതി വലാഹും യുംബറൂൻ എന്നുള്ളതാണ്. അതാണ് ഇന്ന് നമുക്ക് ഈ തുടക്കത്തിൽ പഠിക്കുവാനുള്ളത്. വലാഹും യുംബറൂൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് നിലക്ക് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. യുംബറൂൻ എന്നുള്ള ക്രിയ എന്തർത്ഥമാക്കുന്നു എന്ന വിഷയത്താലാണ് ഈ അഭിപ്രായ വ്യത്യാസമുള്ളത്. നബർ, നോട്ടം എന്നർത്ഥം വരുന്ന ക്രിയാധാതുവിൽ നിന്ന് വ്യുൽപ്പന്നമാകാം യുംബറൂൻ എന്നുള്ള ക്രിയ. അതേപോലെ ഇംബാർ അഥവാ കാലതാമസം നൽകുക, ഇട നൽകുക എന്നർത്ഥം വരുന്ന ക്രിയാധാതുവിൽ നിന്നുമാകാം യുംബറൂൻ എന്നുള്ള ക്രിയ വ്യുൽപ്പന്നമാകുന്നത്. അപ്പോൾ വലാഹും യുംബറൂൻ, ഈ നരകവാസികൾ അവർക്ക് കാലതാമസം നൽകപ്പെടുകയില്ല, അവർ പിന്തിപ്പിക്കപ്പെടുകയില്ല, അവരുടെ വിഷയത്തിൽ അവധാനതയുണ്ടാവുകയില്ല എന്ന അർത്ഥമാകാം. അവർ നോക്കപ്പെടുകയില്ല എന്ന അർത്ഥവും ആകാം. വിശുദ്ധ ഖുർആനിലും തിരുമൊഴികളിലും ഈ രണ്ടർത്ഥത്തിലും ഈ പ്രയോഗം വന്നത് കാണാം. പ്രസിദ്ധമായ ഒരു സംഭവം എവർക്കും അറിയുന്നത്, റബിയ ഇബ്നു കഅബ് അൽ അസ്ലമി തൻ്റെ ഒരു അനുഭവം പറയുന്നതാണ് അതിലെ വിഷയം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. പകലിൽ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും. തിരുനബി ഇശ നിസ്കരിക്കുന്നത് വരെ. ഇശ നിസ്കരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പ്രവേശിച്ചാൽ റബിയ ഇബ്നു കഅബ് അൽ അസ്ലമി തിരുദൂതരുടെ വീട്ട് കവാടത്തിലിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം രാത്രിയിൽ ഉണ്ടായാൽ അത് നിർവഹിച്ചു കൊടുക്കാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കാരത്തിനൊക്കെ എഴുന്നേറ്റാൽ ശുദ്ധി വരുത്താനുള്ള വെള്ളവും മറ്റുമൊക്കെ നൽകലായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിക്കൊണ്ടേ ഇരിക്കും. അത് കേട്ട് ഞാൻ ഉറങ്ങിപ്പോകാറാണ് പതിവ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ സാഹസപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ചോദിച്ചത്, സൽനി യാ റബീഅതു ഉഅതിക്, റബിയ അങ്ങ് ചോദിക്കൂ, ഞാൻ താങ്കൾക്ക് തരാം. ഇവിടെ റബിയയുടെ പ്രതികരണം അതാണ് നമ്മുടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട വിഷയവും ഭാഗവും. യാ റസൂലല്ലാഹ് അംദിർനി അംദുറു ഫീ അംരി, യാ റസൂലല്ലാഹ് അംദിർനി, തിരുദൂതരെ എനിക്ക് സാവകാശം തരൂ. അംദുറു ഫീ അംരി, ഞാൻ എൻ്റെ കാര്യത്തിൽ ഒന്ന് നോക്കട്ടെ, ആലോചിക്കട്ടെ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅയോട് സൽനി ഉഅതിക്, അങ്ങ് ചോദിക്കൂ ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അംദിർനി അംദുറു ഫീ അംരി. ആദ്യത്തെ അംദിർനി അതാണ് ഇംബാറിൽ നിന്ന്, എനിക്ക് ആലോചിക്കാൻ അല്പം സമയം തരൂ. അംദുറു ഫീ അംരി അതാണ് നബറിൽ നിന്ന്, ഞാൻ എൻ്റെ കാര്യമൊന്ന് ആലോചിക്കട്ടെ, നോക്കട്ടെ. അദ്ദേഹം പറഞ്ഞു സുമ്മ ഉലിമുക ബിദാലിക്, ചോദിക്കാനുള്ള വിഷയം അങ്ങേ ഞാൻ അറിയിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫംദുർ ഫീ അംരിക്, റബിയ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കൂ. അവിടെ ഈ രണ്ടാമത്തെ ഫംദുർ എന്നതും നോക്കൂ എന്ന അർത്ഥത്തിലാണ്. സംഭവത്തിൻ്റെ തുടർച്ചയിൽ റബിയ റളിയല്ലാഹു തആല അൻഹു ഫക്കർതു ഫീ നഫ്സി ഫഅറഫ്തു അന്ന ദുനിയ മുൻഖതിഅത്തുൻ സായിലഹ വ അന്ന ലീ ഫീഹാ റിസ്ഖൻ സയക്ഫീനി വയഅതീനി. അപ്പോൾ ഞാൻ എന്ത് ചോദിക്കണമെന്ന് എൻ്റെ വിഷയം ആലോചിച്ചു, ചിന്തിച്ചു. ദുനിയാവ് നശ്വരമാണ്, നീങ്ങിപ്പോകുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ദുനിയാവിൽ എനിക്കുള്ള ഉപജീവനം അതെനിക്ക് മതിയാകുന്നതും എനിക്ക് വരുന്നതുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, എൻ്റെ ആഖിറത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാം. അങ്ങനെ പിന്നെ തിരുസവിധത്തിൽ വന്നപ്പോൾ അദ്ദേഹം
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടതാണ്, ചോദിച്ചതാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗയിൽ അങ്ങയോടുള്ള സാമീപ്യം. ഈ സംഭവം വിശ്രുതമാണ്, പ്രസിദ്ധമാണ്. ഞാനിതിവിടെ ഉദ്ധരിച്ചത്, ഇവിടെ യാ റസൂലല്ലാ അംദിർനി അംദുർ ഫി അംരി എന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗം, ഫന്ദുർ ഫി അംരിക എന്ന തിരുദൂതരുടെ പ്രതികരണം, നമ്മൾ വലാഹും യുംബറൂൻ എന്ന വചനത്തിന് അർത്ഥം പറയുമ്പോൾ നോക്കുക എന്ന ആശയവും ഇട നൽകുക, കാലതാമസം നൽകുക എന്ന അർത്ഥവും വരുന്ന നബർ, ഇംബാർ എന്നീ ക്രിയാധാതുക്കളിൽ നിന്ന് വ്യുൽപ്പന്നമാണ് ഈ ഒരു ക്രിയ. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഈ രണ്ടർത്ഥത്തിലും ഇത് വന്നിട്ടുണ്ട്. കടം കൊണ്ടവൻ്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, വ ഇൻകാന ദൂ ഉസ്റത്തിൻ, കടം കൊണ്ട വ്യക്തി ഞെരുക്കക്കാരനാണ് എങ്കിൽ ഫനദിറത്തുൻ ഇലാ മൈസറ, അവനൊരു ആശ്വാസമുള്ള കാലത്തേക്ക് ഇട കൊടുക്കണം എന്ന്. അംദിർനി ഇലാ യൗമി യുബ്അസൂൻ, ഇബ്ലീസ് അള്ളാനോട് ആവശ്യപ്പെട്ടില്ലേ, ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാൾ വരേക്കും എനിക്ക് ഇട തരയണമേ, സാവകാശം തരയണമേ. കാല ഇന്നക മിനൽ മുംബരീൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് കാലതാമസം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലാണെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ കുഫാറുകളായി മരണം വരിക്കുന്നവർ ശിക്ഷയിൽ ശാശ്വതവാസികളാണ്. അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല ഒട്ടും. പിന്നെ ആ ശിക്ഷയുടെ വിഷയത്തിൽ മരണത്തേരിലേറുന്നത് മുതൽ അവർ ശിക്ഷയിലായിക്കൊണ്ടിരിക്കും. ഭൗതിക ലോകത്ത് ശിക്ഷ പിന്തിപ്പിക്കുന്നത് പോലെ, ശിക്ഷയുടെ വിഷയത്തിൽ അവധാനത നൽകപ്പെടുന്നത് പോലെ പിന്തിപ്പിക്കലും അവധാനതയും അത് മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹുവിൽ നിന്നുള്ള മുന്നറിയിപ്പ്. ഭൗതികതയോട് ബന്ധം വിട്ട് മരണത്തേരിലേറുന്നത് മുതൽ ഈ ശിക്ഷ അള്ളാഹുവിൽ നിന്നുണ്ടായിരിക്കും. അത് പിന്തിപ്പിക്കുന്ന, വൈകിപ്പിക്കുന്ന അവസ്ഥയില്ല. വലാഹും യുംബറൂൻ. ദുനിയാവിൽ പാപികൾ ആരായാലും, എത്ര കടുത്ത കുറ്റം പേറിയവനായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കുകയില്ല. പ്രത്യുത കാലതാമസം നൽകും. അള്ളാഹു യുംഹിൽ വല യുഹ്മിൽ എന്ന് പറയാറില്ലേ, അള്ളാഹു കാലതാമസം നൽകും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കുറ്റം അത് വിഗണിക്കുകയില്ല. അള്ളാൻ്റെ അടുക്കൽ ഉണ്ടാകും, പക്ഷെ ശിക്ഷിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്തിപ്പിക്കും. ആളുകൾ തൗബ ചെയ്യാൻ, പശ്ചാത്തപിക്കാൻ, മാറി ചിന്തിക്കാൻ, മാപ്പിരക്കാനൊക്കെ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ശിക്ഷിക്കുന്നതിനെ പിന്തിപ്പിക്കും. പക്ഷെ മരണം വരിച്ചാൽ ഈ ഒരു അവധാനതയും സാവകാശവും മേലായവനിൽ നിന്നുണ്ടാവുകയില്ല എന്നതാണ് വലാഹും യുംബറൂൻ എന്നതിൻ്റെ ഉദ്ദേശം. അവിടെ ഇംബാറിൽ നിന്നാണ് ഈ ക്രിയ വ്യുൽപ്പന്നമായത് എങ്കിൽ